ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെറുനാരങ്ങേൻ്റെ നീര് പിഴിഞ്ഞ് വെക്കണം. ഒരു 2-3 ചെറുനാരങ്ങേൻ്റെ നീര് പിഴിഞ്ഞ് വെക്കുക. എന്നിട്ട് അത് സൈഡിൽ മാറ്റി വെക്കുക. പിന്നെ നമ്മളൊരു നല്ല വൃത്തിയുള്ള മുണ്ടെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു വലിയ കഷ്ണം മുറിച്ചെടുക്കുക. എന്നിട്ട് ഈ കഴുകി ഉണക്കിയ മുണ്ടിൻ്റെ തുണി നമ്മൾ നേരത്തെ ആക്കി വെച്ച് ചെറുനാരങ്ങ നീരിൽ മുക്കിയിട്ട് നല്ലോണം പൊതിർത്ത് വെക്കണം. അത് നല്ലോണം പൊതിർത്തിട്ട് നേരെ ഉണക്കാൻ വെക്കണം. സൺലൈറ്റിൽ തന്നെ ഉണക്കാൻ വെക്കണം. അത് ഫുള്ളായിട്ട് ഉണങ്ങിയാൽ നമുക്കത് തിരിയായിട്ട് ചുരുട്ടി ചുരുട്ടി തിരിയാക്കണം. എന്നിട്ടത് സൈഡിൽ മാറ്റി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നല്ല വൃത്തിയുള്ള മൺചട്ടി വേണം. ആ മൺചട്ടിയിൽ നമ്മൾ തുളസീൻ്റെ നീരൊറ്റിക്കും. തുളസി നല്ലോണം പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് കിട്ടുമല്ലോ, അത് ചട്ടീൻ്റെ ഉൾഭാഗത്ത് ഫുള്ളാക്കും. എന്നിട്ട് അത് ഉണങ്ങാൻ വെക്കും. ഇനി അടുത്തത് നമ്മൾ വിളക്കാൻ നമുക്ക് വേണ്ടത്. നമ്മൾ സാധാരണ വിളക്കിന് ഉപയോഗിക്കുക. അതിൻ്റെ താഴത്തെ ഭാഗം വേണ്ട, മുകളിലത്തെ മാത്രം ഊരിയെടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കും. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് തിരി, നമ്മൾ നേരത്തെ ആക്കി വെച്ച തിരി, ചുരുട്ടിയ തിരി എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് നല്ലോണം മുക്കും. എന്നുവെച്ചാൽ നല്ലോണം പൊതിർത്തിട്ട് നമ്മൾ നല്ലോണം പൊതിർക്കണം. എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ ആവുന്നതെന്ന് ഉറപ്പാക്കണം. എന്നിട്ടാണ് നമ്മൾ കത്തിക്കുന്നത്. തിരി കത്തിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മൺചട്ടി കമിഴ്ത്തി വെക്കും. ഫുള്ളായിട്ട് കമിഴ്ത്താൻ പറ്റില്ല. കുറച്ച് ഓക്സിജൻ കയറുന്ന രീതിയിൽ ചെറിയൊരു ഓട്ടയുള്ള പോലെ വെക്കും. എന്ന് വെച്ചാൽ നമ്മൾ കത്തിക്കുമ്പോൾ പുക വരും, നമുക്ക് കാണാൻ പറ്റും. കറുപ്പ് പുക ഇങ്ങനെ വരുന്നുണ്ട്. ആ പുക ഫുള്ള് മൺചട്ടീൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാൻ. ചില ആളെല്ലാം അത് രാത്രി മുഴുവൻ വെക്കുക ചെയ്യൽ. ഒരു റൂമിൻ്റെ മൂലക്ക്, റൂം പൂട്ടിയിട്ടിട്ട് അതിൻ്റെ മൂലക്ക് വെക്കുക ചെയ്യൽ എന്നാണ് പറഞ്ഞത്. തടിച്ച തിരിയാണെങ്കിൽ 1-2 മണിക്കൂർ കൊണ്ട് തന്നെ ആവും. നേരിയ തിരിയാണെങ്കിൽ രാത്രി ഫുള്ള് വെച്ചാൽ രാവിലത്തേക്കാവും. എന്നിട്ട് അപ്പോൾ ആ ചട്ടീൻ്റെ ഉള്ളിൽ ഫുള്ളിങ്ങനെ കരി വന്നിട്ടുണ്ടാവും. നമുക്ക് കാണുമ്പം തന്നെ നല്ല സ്മൂത്ത് കരി പോലെ ഉണ്ടാവും. എന്നിട്ട് ചട്ടി കുറച്ച് ചൂടാറിയതിന് ശേഷം നമ്മൾ തലതിരിച്ച് വെക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലല്ലേ കരിയുള്ള, ആ കരി നമ്മൾ പ്ലാവിൻ്റെ ഇല കൊണ്ട് ഇങ്ങനെ ചിരണ്ടി എടുക്കണം. പിന്നെ പ്ലാവിലേനെ കൊണ്ട് മെല്ലെ ചിരണ്ടി എടുക്കണം. അപ്പം നമുക്കിങ്ങനെ പൊടി പോലെ കിട്ടും. ആ പൊടി നമ്മൾ ഏതെങ്കിലും ഒരു പാട്ടയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ വെളിച്ചെണ്ണ കൂട്ടിയിട്ട് തൊടുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൺമഷിയായി.